ഹായ് ഹലോ ഇന്നൊരു ഈവനിങ് വിശേഷങ്ങളായാലോ. അപ്പോൾ നമ്മൾ അവിടുത്തെ ചീലാന്തി മുറിക്കുന്നുണ്ട്. കാരണം ഫുള്ളായിട്ട് റോഡിലോട്ട് പോയി. അപ്പോൾ മുറിക്കുന്നുണ്ട് ചെറിയൊരു സന്തോഷമുണ്ട്. കാരണം ഇനി മുറ്റം അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വിഷമമായെന്ന് വെച്ചാൽ എൻ്റെ ഒരു ചട്ടിയിലുണ്ടായിരുന്ന ഓർക്കിഡ് മൊത്തത്തിൽ വീണിട്ടുണ്ടായിരുന്നു. ഇളക്കി മാറ്റണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി മാറ്റേണ്ടി വന്നില്ല. ചട്ടിയോടെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെടുത്തൊരു കുട്ടയ്ക്കകത്താക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു തെറ്റിയോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിളിക്ക് തിന കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇത് ഫുൾ ഉറുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വന്നതാണ്. ഈ കിണവനക്ക് ഇന്നലെ കടലിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം പൈസ കൊടുത്താണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒന്നും വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മുന്നേ നിറച്ച് വെച്ചിരുന്ന ഗ്രോ ബാഗിൽ മണ്ണ് ഫുൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ കുറച്ച് വളം കൂടെ ആഡ് ചെയ്യാനുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇടയ്ക്ക് കുറച്ച് ബൊഗൈൻവില്ലയുടെ കമ്പുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി ഗ്ലാസ്സിൽ വെള്ളത്തിൽ വെച്ച് മാറ്റി വെക്കുവാണ്. അപ്പോൾ ഇന്നെങ്കിലും അതിനെടുത്ത് നടാമെന്ന് വിചാരിച്ചു. ഞാനെല്ലാം ഇതിൽ തന്നെ നട്ടു വെക്കുവാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പൊടിക്കുവാണെങ്കിൽ മാത്രം പിന്നെ ചട്ടിയിലാക്കിയാൽ മതിയല്ലോ. ഏതെങ്കിലുമൊക്കെ പൊടിക്കുമെന്ന് പ്രതീക്ഷ കൊണ്ട് ഞാൻ എല്ലാം അതിലോട്ട് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് ആ ഗ്ലാസ്സിലുണ്ടായിരുന്ന വെള്ളം കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. ചീലാന്തി മുറിച്ചതിൻ്റെ കുറേ ഇലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ചെടിക്ക് വെള്ളം വീഴ്ത്താൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. ഈ വീണ ഓർക്കിഡിൻ്റെ തൈകൾ നടാൻ വേണ്ടി ചട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വാങ്ങിയിട്ട് വേണം ഇനി നടാൻ വേണ്ടി. അപ്പോൾ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് മധുരക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനെ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ ഫുൾ നല്ല മണ്ണൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനെയൊക്കെ കട്ട് ചെയ്ത് നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇഡ്ഡലി തട്ടിൽ വെച്ച് ആവി കയറ്റിയാണ് എടുത്തിട്ടുണ്ടായിരുന്നേ. ഇടയ്ക്ക് തുറന്നു നോക്കിയപ്പോൾ തന്നെ നല്ലപോലെ കളറൊക്കെ മാറി അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി, ഉപ്പ്, എണ്ണയും കൂടെ വെച്ച് ചെറിയൊരു ചമ്മന്തി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചമ്മന്തി വെച്ചും അല്ലാതെയും കഴിക്കാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.